ഹലോ എവ്രി വൺ, നമ്മൾ കീമിൻ്റെ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്യാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ 60ാമത്തെ ക്വസ്റ്റ്യൻ വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. യെസ്, 61. Question number 61. Question number 61. The domain of the definition of the function f of x is equal to log of x plus 7 to the base 3 by x square minus 5x plus 6 is. ഇപ്പോൾ ഓപ്ഷൻ നോക്കുക, ഈ ഇങ്ങനെ സ്ലാഷ് പോലെ ഇട്ടിരിക്കുന്നതിൻ്റെ അർത്ഥം മൈനസ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ വേഗം ആൻസർ പറഞ്ഞേ. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തോ? ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തിട്ട് വേഗം ആൻസർ പറയൂ. എന്താണ് ആൻസർ? എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു log of x plus 7 to the base 3 divided by x square minus 5x plus 6. ഓക്കെ, അപ്പോൾ രണ്ട് ഫംഗ്ഷൻ ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുക, ഡിവിഷൻ ഓഫ് രണ്ട് ഫംഗ്ഷൻസ്. അപ്പോൾ അതിൻ്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റത്തേൻ്റെ ഡൊമൈൻ, സെക്കൻഡ് ഡൊമൈൻ, ഇതിൻ്റെ രണ്ടിൻ്റെ ഇൻ്റർസെക്ഷൻ. ഇതിൽ നിന്ന് എന്ത് ഒഴിവാക്കണം? ഡിനോമിനേറ്റർ 0 ആവുന്ന പോയിന്റുകൾ. ഓക്കെ, ഇപ്പം ന്യൂമറേറ്റർ ഉള്ളത് ലോഗറിതമിക് ഫംഗ്ഷനാണ്. ലോഗറിതമിക് ഫംഗ്ഷൻ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗറിതത്തിൻ്റെ ഉള്ളിൽ എന്ത് വരാൻ പാടില്ല? 0യും നെഗറ്റീവ് വരാൻ പാടില്ല. ലോഗറിതത്തിൻ്റെ ഉള്ളിൽ പോസിറ്റീവ് നമ്പേഴ്സ് മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ x plus 7 greater than 0. അപ്പോൾ x greater than -7. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. ഇനി ഡിനോമിനേറ്റർ ഉള്ളത് പോളിനോമിയൽ ഫംഗ്ഷനാണ്. ഇവിടുത്തെ എല്ലാ റിയൽ നമ്പേഴ്സും ആണ് ഡൊമൈൻ. ഓക്കെ, പക്ഷേ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നമ്മൾ എന്താണ് ഡിനോമിനേറ്ററിൽ എന്ത് സംഭവിക്കാൻ പാടില്ല? 0 വരാൻ പാടില്ല. അപ്പോൾ x സ്ക്വയർ minus 5x plus 6 is not equal to 0. x minus 2 into x minus 3 not equal to 0. അപ്പോൾ എക്സ് 2ഉം 3ഉം ആവാൻ പാടില്ല. അപ്പോൾ x belongs to r മൈനസ് എന്താണ് ഇതാ ഇങ്ങനെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെയും ഇൻ്റർസെക്ഷനാണ് എടുക്കേണ്ടത്, ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ. അപ്പോൾ -7 to ഇൻഫിനിറ്റി ആണ് അത്. ഇതെന്താണ്? ഓൾ റിയൽ നമ്പേഴ്സ് -8 to 3. അപ്പോൾ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ -7 to ഇൻഫിനിറ്റി ഉണ്ടാവും, അതിൽ നിന്ന് എന്ത് ചെയ്യണം? 2നും 3നും ഒഴിവാക്കണം. -7 to ഇൻഫിനിറ്റി ഉണ്ടാവും, അതിൽ നിന്ന് 2നും 3നും ഒഴിവാക്കണം. So A is the answer. A is the answer. അടുത്ത ക്വസ്റ്റ്യൻ. Let fx is equal to 3x minus 5, then the inverse of f is given by. Inverse of f is given by. Simple linear function f of x is equal to 3x minus 5. Inverse of f is given by. വേഗം പറഞ്ഞ ആൻസർ 62 ക്വസ്റ്റ്യൻ എന്താണ്? f of x 3x minus 5. f of x is equal to 3x minus 5. ഓക്കെ, നമ്മുടെ ഇൻവേഴ്സ് എങ്ങനെയായിരിക്കും? Your inverse will be g of x such that f of g of x is equal to x. അപ്പോൾ 3g of x minus 5 is equal to x. അഥവാ g of x is equal to x plus 5 by 3. x plus 5 by 3. g of x ഫംഗ്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, അതിൻ്റെ ഡൊമൈൻ റേഞ്ചിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ x plus 5 by 3 നേരിട്ട് എഴുതാം.
കൂൾ. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. ആർ ഇസ് സെറ്റ് ഓഫ് ഓൾ ഓർഡേഡ് പെയർ എ കോമ ബി സച്ച് ദാറ്റ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ബി എ റിലേഷൻ ഓൺ ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ദെൻ ആർ ഇസ് ഓപ്ഷൻസ് നോക്കുക. സിമെട്രിക് ബട്ട് നോട്ട് ട്രാൻസിറ്റീവ്, ട്രാൻസിറ്റീവ് ബട്ട് നോട്ട് സിമെട്രിക്, ബോത്ത് സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്, നെയ്തർ സിമെട്രിക് നോട്ട് ട്രാൻസിറ്റീവ്, ഹാവിങ് ഫൈനൈറ്റ് റേഞ്ച്. പെട്ടെന്നൊന്നും നോക്കിയിട്ട് പറയാം ഫൈനൈറ്റ് റേഞ്ച് അല്ല. മറ്റുള്ള ഓപ്ഷൻസിൽ നാലെണ്ണത്തിൽ ഒരെണ്ണം കറക്റ്റ് ആയിരിക്കും. അതേതാണെന്ന് നോക്കിയാൽ മതി. സിമെട്രിക്കും ട്രാൻസിറ്റീവും ചെക്ക് ചെയ്താൽ മതി കേട്ടോ. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സിമെട്രിക് അല്ല, പെട്ടെന്ന് മനസ്സിലായി. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ ഡസ് നോട്ട് ഇംപ്ലൈ എന്ത് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ സ്ക്വയർ. ട്രാൻസിറ്റീവ് ചെക്ക് ചെയ്യാൻ എന്താ ചെയ്യണം? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയർ എടുക്കുക, ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്ക്വയർ എടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താ? ബി സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പവർ 4, അഥവാ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പവർ 4 എന്നാണ് കിട്ടുക. നമുക്ക് ഇതിൽ നിന്ന് എന്താ കിട്ടേണ്ടത്? സത്യം പറഞ്ഞാൽ നമുക്ക് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി സ്ക്വയറും ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്ക്വയർ ആണെങ്കിൽ എന്ത് കിട്ടണം? എന്താണ് ട്രാൻസിറ്റിവിറ്റിയുടെ കണ്ടീഷൻ? എക്സ് കോമ വൈ ഉണ്ട്, വൈ കോമ സെഡ് ഉണ്ടെങ്കിൽ എക്സ് കോമ സെഡ് ഉണ്ടാവണം. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി സ്ക്വയർന്ന് കിട്ടണം നമുക്ക്. പക്ഷെ അങ്ങനെയല്ല കിട്ടിയിരിക്കുന്നത്. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി പവർ 4 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്തല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പോൾ അതിൻ്റെ ആൻസർ ഏതാ? ഡി. D is the answer. Next question. A unit vector B is coplanar with I plus j plus 2k and I plus 2j plus k and is perpendicular to I plus j plus k. Then B dot I is. B dot I is. പെട്ടെന്ന് ആൻസർ പറഞ്ഞേ. Unit vector is coplanar with I plus j plus 2k, I plus 2j plus k. ക്വസ്റ്റ്യൻ നോട്ട് ചെയ്തില്ലേ? ഒന്ന് ട്രൈ ചെയ്യൂ, ചെയ്യാൻ ശ്രമിക്കൂ. യെസ്, കോപ്ലാനാരിറ്റി എന്താണെന്നൊന്ന് ശ്രദ്ധിച്ചേ. 3 വെക്ടേഴ്സിൻ്റെ കോപ്ലാനാരിറ്റി. 3 വെക്ടേഴ്സ് എ ബി സി കോപ്ലാനാർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് ദേ ലൈ ഓൺ ദ സെയിം പ്ലെയിൻ. ഓക്കെ, അപ്പോൾ കോപ്ലാനാർ എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ബോക്സ് പ്രൊഡക്റ്റ് എ ബി സി 0. വേറെ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സി ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ വെക്ടർ പ്ലസ് ബി വെക്ടർ. C is a linear combination of a vector plus a vector and b vector. C is equal to lambda 1 times a vector plus lambda 2 times b vector. വേറെ രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്താൽ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അറിയാം? ആ ലീനിയർ കോമ്പിനേഷൻ ഓഫ് എ ബി സി വിൽ പ്രൊഡ്യൂസ് 0 വെക്ടർ. അതായത് k1 ടൈംസ് എ വെക്ടർ പ്ലസ് k2 ടൈംസ് ബി വെക്ടർ പ്ലസ്
k3 ടൈംസ് ഇ വെക്ടർ ഇസ് ഈക്വൽ ടു 0 വെക്ടർ. k1 k2 k3 സീറോ അല്ലാത്ത നമ്പേഴ്സ് എടുക്കുക. സീറോ എടുത്താൽ പിന്നെ പറയണ്ടല്ലോ, സീറോ കിട്ടുമല്ലോ. സീറോ അല്ലാത്ത രീതിയിൽ എടുത്താൽ യു ക്യാൻ ടേക്ക് എ ലീനിയർ കോമ്പിനേഷൻ ആൻഡ് പ്രൊഡ്യൂസ് 0 വെക്ടർ. ഇതേ കാര്യം തന്നെ ഇങ്ങനെ എഴുതാം. നമുക്ക് എന്താണ് കോമ്പണൻറ്റിൻ്റെ ടേംസിൽ എഴുതിയാൽ a1 a2 a3 b1 b2 b3 c1 c2 c3 is 0. കുഴപ്പമില്ലല്ലോ, ഇല്ല. ശരി, കമ്മിങ് ടു ദിസ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. ക്വസ്റ്റ്യൻ പറയുന്നത് രണ്ട് വെക്ടേഴ്സ് കോപ്ലാനറാണ്. അപ്പോൾ ഞാൻ ആ വെക്ടർ നമ്മുടെ ബി എന്ന് പറഞ്ഞ വെക്ടർ ഇങ്ങനെ എടുക്കാൻ പോകും. ബി ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ഐ പ്ലസ് ജെ പ്ലസ് 2k. അപ്പോൾ λ1 ടൈംസ് പ്ലസ് ഐ പ്ലസ് ജെ പ്ലസ് 2k, j plus 2k plus λ2 times I plus 2j plus k, I plus 2j plus k. ഇനി ഈ കണ്ടീഷനിൽ പറയുന്നത് എന്താണ്? This is perpendicular to I plus j plus k, perpendicular to I plus j plus k, perpendicular to I plus j plus k ആണ്. പിന്നെ ഒന്ന് വൃത്തിക്ക് എഴുതാം. ദിസ് ഇസ് λ1 പ്ലസ് λ2 ടൈംസ് ഐ പ്ലസ് λ1 പ്ലസ് 2 λ2 ടൈംസ് ജെ പ്ലസ് 2 λ1 പ്ലസ് λ2 ടൈംസ് കെ. ഓക്കെ, ദിസ് ഈസ് അവർ ബി. ഇനി എന്താ പറയണ? ബി ഇസ് പെർപെൻഡിക്കുലർ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ. അപ്പോൾ ബി ഡോട്ട് വിത്ത് ഐ പ്ലസ് ജെ പ്ലസ് കെ എന്ത് തരാൻ പോണത്? 0 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? λ1 പ്ലസ് λ2 പ്ലസ് അടുത്ത കോമ്പണൻറ്റ് λ1 പ്ലസ് 2 λ2 പ്ലസ് 2 λ1 പ്ലസ് λ2 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ 4 λ1 പ്ലസ് 4 λ2. അപ്പോൾ 4 ഇൻറ്റു λ1 പ്ലസ് λ2 എന്താണെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. 4 ഇൻറ്റു λ1 പ്ലസ് λ2 എന്താണെന്ന് കിട്ടി? 0 എന്ന് കിട്ടി. അപ്പോൾ λ1 പ്ലസ് λ2 എന്താണ്? 0. λ1 പ്ലസ് λ2 എന്താണ്? 0 എന്ന് കിട്ടി. അപ്പോൾ λ1 പ്ലസ് λ2 0 കൊടുക്കുക. ഓക്കെ, ഇനി ബാക്കി λ2 കണ്ടുപിടിക്കണം. യൂണിറ്റ് വെക്ടറിൻ്റെ കണ്ടീഷൻ അപ്ലൈ ചെയ്യുന്നതിലേക്കൊന്നും പോകണ്ട. കാരണം എന്താണെന്ന് പറയുക, ബി ഡോട്ട് ഐ ചോദിച്ചിരിക്കണേ. ബി ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ λ1 പ്ലസ് λ2 ആണ്. ബി ഡോട്ട് ഐ എന്ന് പറഞ്ഞാൽ λ1 പ്ലസ് λ2 ആണ്. അത് 0 എന്ന് കിട്ടിയിട്ടുണ്ട്. 0 is the answer. 0 is the answer. 0 ഉണ്ട് എ. അടുത്ത ക്വസ്റ്റ്യൻ. സപ്പോസ് ആൽഫ ഐ പ്ലസ് ആൽഫ ജെ പ്ലസ് ഗാമ കെ ഐ പ്ലസ് കെ ആൻഡ് ഗാമ ഐ പ്ലസ് ഗാമ ജെ പ്ലസ് ബീറ്റ കെ ആർ കോപ്ലാനർ where alpha beta gamma are positive constants, then the product alpha into beta is യെസ്. ആൻസർ എന്താണെന്ന് പറയൂ.
യെസ് നോക്കാം. അപ്പോൾ 3 വെക്ടേഴ്സ് കോപ്ലാനാർ ആണ്. കോപ്ലാനാറിൻ്റെ കണ്ടീഷൻ നമ്മൾ പറഞ്ഞു എന്താ, കോമ്പണന്റ് വൈസ് എടുത്തിട്ട് ഡിറ്റർമിനന്റ് എടുത്താൽ ആൻസർ എന്തായിരിക്കും 0. അപ്പോൾ ആൽഫ ഐ പ്ലസ് ആൽഫ ജെ പ്ലസ് ഗാമ കെ, ആൽഫ ജെ പ്ലസ് ഗാമ കെ ഒരു വെക്ടർ. രണ്ടാമത്തേത് ഏതാ, ഐ പ്ലസ് കെ. മൂന്നാമത്തേത് ഏതാ, ഗാമ ഐ പ്ലസ് ഗാമ ജെ പ്ലസ് ബീറ്റ കെ. ഗാമ ഐ പ്ലസ് ഗാമ ജെ പ്ലസ് ബീറ്റ കെ. ഇത് കോപ്ലാനാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ഡിറ്റർമിനൻറ്റ് ആൽഫ ഗാമ, പിന്നെ 1 0 1 ഗാമ ബീറ്റ is equal to 0. ഇത് എക്സ്പാൻഡ് ചെയ്യാം. ആൽഫ ഇൻറ്റു മൈനസ് ഗാമ മൈനസ് ആൽഫ ഇൻറ്റു ബീറ്റ മൈനസ് ഗാമ പ്ലസ് ഗാമ ഇൻറ്റു ഗാമ is equal to 0. മൈനസ് ആൽഫ ഗാമ മൈനസ് ആൽഫ ബീറ്റ പ്ലസ് ആൽഫ ഗാമ പ്ലസ് ആൽഫ ഗാമ is equal to 0. സോറി, ആൽഫ ഗാമ അല്ലല്ലോ, അവസാനത്തെ ടേം ഗാമ സ്ക്വയർഡ് അല്ലേ. അപ്പോൾ ആൽഫ ഗാമ ക്യാൻസൽ ആയിപ്പോയി. ഗാമ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ആൽഫ ബീറ്റ. ഗാമ സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു ആൽഫ ബീറ്റ. ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന കണ്ടീഷൻ. ഗാമ സ്ക്വയർ ഇസ് ഈക്വൽ ടു ആൽഫ ബീറ്റ എന്നാണ് ഇതിൽ നിന്ന് കിട്ടുന്ന കണ്ടീഷൻ. നോക്കാം. ആൽഫ ബീറ്റ ഇസ് ഈക്വൽ ടു ഗാമ സ്ക്വയർ. യെസ്, ആൻസർ ഉണ്ട്. Box is the answer. Now 66. The area of the triangle whose vertices are A1 minus 1 2, 2 1 minus 1, C3 minus 1 2. Answer പറഞ്ഞ വേഗം. Area of the triangle whose vertices are A1 minus 1 2, B 2 1 minus 1, C 3 minus 1 2. യെസ്, നമുക്ക് പോയിന്റുകൾ തന്നാലേ 2Dയിലാണെങ്കിലേ നമുക്കറിയാം x1 y1 x2 y2 x3 y3 ഇങ്ങനെ തന്നു വിചാരിച്ചോ. ഇങ്ങനെ തന്നാൽ നമുക്കറിയാം ഹാഫ് ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. ഇതാണ് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാൻ. അബ്സല്യൂട്ട് വാല്യൂ എടുക്കണം ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, പക്ഷെ 3Dയിൽ നമുക്ക് അങ്ങനത്തെ ഒരു റിസൾട്ട് ഇല്ല. 3Dയിൽ ട്രയാങ്കിൾ കണ്ടുപിടിക്കാൻ വെക്ടറിൻ്റെ ഫോമിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. എന്താണ്, ട്രയാങ്കിൾ തന്നിരിക്കുക എ ബി സി 3 പോയിന്റ്സ് അറിയാമെങ്കിൽ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി. ഹാഫ് മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി. ഹാഫ് മോഡുലസ് ഓഫ് എ ബി ക്രോസ് എ സി. ഇതാണ് കഥ. അപ്പോൾ ഒന്നുമില്ല, തന്നിട്ടുണ്ട്, പോയിന്റുകൾ തന്നിട്ടുണ്ട്. എ ഏതാ തന്നിരിക്കുന്നത് 1 -1 2 1 -1 2 2 1 -1 2 1 -1
3 minus 1 2, 3 minus 1 2, 1 minus 1 2, 2 1 minus 1, 3 minus 1 2, 1 minus 1 2, 2 1 minus 1, 3 minus 1 2. എന്താ കിട്ടണമെന്ന് പറഞ്ഞേ? എ ബി വെക്ടർ എന്താ? അപ്പോൾ എ ബി വെക്ടർ നമുക്ക് കിട്ടും. എ ബി വെക്ടർ എന്ന് പറഞ്ഞ സാധനം I + 2j - 3k. എ സി വെക്ടർ എന്തായിരിക്കും? 2i തന്നെ. ഇനി ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ കണ്ടുപിടിക്കുമ്പോൾ എവിടെ ഡിറ്റർമിനൻ്റ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നേരെ ഇത് ക്രോസ് ചെയ്യാം. ക്രോസ് ചെയ്യുമ്പോൾ നമുക്കറിയാം 2i ക്രോസ് i 0. ഇപ്പോൾ 2i ക്രോസ് 2j, സോറി തിരിച്ച് ഓർഡറിൽ എടുത്തോ, എന്തായാലും കുഴപ്പമില്ല, മോഡൽസ് എടുക്കാൻ പോകല്ലേ. അപ്പോൾ 2j ക്രോസ് 2i വരാൻ പോണത് -k. അപ്പം -4k, ഹാഫ് മോഡുലസ് ഓഫ് -4k. പിന്നെ k ക്രോസ് i എന്ന് പറഞ്ഞ സാധനം j ആണ്. അപ്പം -6j. ഇതാണ് സംഭവം. ഇനി എന്ത് ചെയ്യുക? മാഗ്നിറ്റ്യൂഡ് വേണം അടിക്കുക. ഹാഫ് റൂട്ട് ഓവർ 36 + 16. അപ്പോൾ 2 പോയി. √13 is the answer. √13 is the answer. √13 ഓപ്ഷൻ ഉണ്ടോ നോക്കിയേ. √13, യെസ്, √13. 67 നോക്കിയേ. ഫങ്ഷണൽ ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണ് 67. ഫങ്ഷണൽ ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണ് 67. ലെറ്റ് f(x) is equal to 2 times f of 1 by x. f of x plus 2f of 1 by x is equal to 1 by x minus 5. Then modulus of integral 1 to 2 3f of x dx is. ഫങ്ഷണൽ ഇക്വേഷനിലെ ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ സോൾവ് ചെയ്യണം. ഫങ്ഷണൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ അറിയണം. ഫങ്ഷണൽ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് അറിയണം. അപ്പോൾ f of x 2 times f of 1 by x is equal to 1 by x minus 5. 1 by x minus 5. ഓക്കെ, ഓഫ് കോഴ്സ്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോണത്? എക്സിന് വരെ 1 by x കൊടുക്കുക, ഒരു ഇക്വേഷൻ കൂടി ജനറേറ്റ് ചെയ്യും. സോ f of 1 by x plus 2f of x is equal to x minus 5. നമ്മൾ എന്താ ചെയ്യാൻ പോണത്? രണ്ട് അണ്ണവും രണ്ട് വേരിയബിൾ പോലെയാണ് സീൻ. ഓക്കെ, നമുക്ക് f of x ആണ് വേണ്ടത്, f of 1 by x വേണ്ട. അതിനെ എലിമിനേറ്റ് ചെയ്യാം. ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങനെ സബ്ട്രാക്ട് ചെയ്യുന്നു. അപ്പോൾ 3f of x is equal to 2x minus 1 by x minus 10 plus അപ്പം -5. 2x minus 1 by x minus 5. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് മോഡുലസ് ഓഫ് ഇൻ്റഗ്രൽ എന്ത് മുതൽ എന്ത് വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞത്? 1 to 2 3fx dx. ഇതാണ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഇൻ്റഗ്രൽ 1 to 2 2x minus 1 by x minus 5 dx. അപ്പോൾ this is 2 square minus 1 square minus log 2 minus 5. This is 3 minus 5, so minus 2 minus log 2.
-2 മൈനസ് log 2. അതിൻ്റെ മോഡുലസ് എടുക്കുമ്പോൾ 2 + log 2, 2 + log 2, 2 + log 2. 2 + log 2 ഉണ്ടല്ലോ. യെസ്, A is the answer. 2 + log 2, A is the answer. ശരി, അടുത്ത ക്വസ്റ്റ്യൻ. The value of limit n tend to infinity 1/n + 1 plus 1/n + 2 up to 1/6n. 1/n + 1 plus 1/n + 2 up to 1/6n. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ലിമിറ്റ് n tend to infinity 1/n + 1 plus 1/n + 2 plus 1/n + 3 അങ്ങനെ പോയി 1/6n. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു, ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ലിമിറ്റ് n tend to infinity sigma r is equal to 1 to 5n 1 to 5n 1/n + r ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ഇങ്ങനെ റീറൈറ്റ് ചെയ്തതിനെ. ലിമിറ്റ് n tend to infinity, n പുറത്തേക്ക് എടുക്കാം. സോ 1/n സിഗ്മ r is equal to 1 to 5n 1/1 + r/n. ഇങ്ങനെ എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഇതിലെ ട്രിക്ക് എന്താണെന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അറിയേണ്ട ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ ഇതാ. ലിമിറ്റ് n tend to infinity 1/n sigma r is equal to 1 to n f of r/n is integral 0 to 1 fx dx ആണ്. ഇത് അറിയണം. ഓക്കെ, ഇതറിയണം. ഇതെന്താണ്? ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആസ് എ ലിമിറ്റ് ഓഫ് എ സം നമ്മൾ പഠിച്ചു. ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആസ് എ ലിമിറ്റ് ഓഫ് എ സം. പക്ഷെ ഇത് തിരിച്ചാണ്. എന്ത്? ലിമിറ്റ് ഡെഫിനറ്റ് ഇൻ്റഗ്രൽ ആയിട്ട് എഴുതിയിരിക്കുക. മറ്റേത് ബോർഡ് എക്സാമിന് വരും. എൻട്രൻസ് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ വരിക. കോമൺ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പണ്ടൊരിക്കലും IIT ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇൻഫാക്ട് ഇതിലുള്ള ക്വസ്റ്റ്യനുകളൊക്കെ എവിടുന്നോ പെറുക്കി കൊണ്ടുവന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വേറെ ഒന്നുമില്ല, ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതൊന്നുമില്ല. ഏതൊരു ക്വസ്റ്റ്യനിൽ ഒരു ഇന്നോവേഷൻ കൊണ്ടുവരാൻ നോക്കിയിട്ട് പറഞ്ഞില്ലേ മണ്ടത്തരം പറ്റിയത്, റോൾസ് തിയറം. ഓക്കെ, അപ്പോൾ ഇതറിയണം. ഇനി അറിയേണ്ട ഒരു കാര്യം കൂടി എന്ന് വെച്ചാൽ, ഇവിടെ ചിലപ്പോൾ r = 1 വരെ r = 0 തരും. ഇവിടെ എന്ത് വരും? n-1 വരും. അപ്പോഴും ശരിയാണ് കേട്ടോ, അപ്പോഴും സെയിം തന്നെ. പക്ഷേ ഇവിടെ നമ്മുടെ പ്രശ്നം എന്താണെന്ന് അറിയാം, 1 to 5n ആണ്. ഓക്കെ, അപ്പോൾ അതും ട്രിക്ക് ഓർത്ത് വെച്ചോളൂ. എങ്ങനെ? സപ്പോസ് നമുക്കിങ്ങനെ വന്നു. ലിമിറ്റ് n tend to infinity 1/n sigma r is equal to sum a വേണ്ട, സേ f1 of n to r is equal to sum f2 of n f of r/n തന്നു വിചാരിച്ചു. f of r/n തന്നു വിചാരിച്ചു. This will be integral a to b fx dx. എയും ബി എന്താണെന്ന് ഇപ്പോൾ പറയാം. This will be integral a to b fx dx. a കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. a is equal to limit n tend to infinity f1 of n by n. Okay, b is equal to limit n tend to infinity f2 of n by n. ഇത് ഉപയോഗിക്കുക. സാധാരണഗതിയിൽ 0 to 1 ആണ് വരിക. 0 to 1 അല്ലേ, സോറി 1 to n ആണ് വരിക, അല്ലെങ്കിൽ 0 to n-1. 1 to 5n ഒക്കെ വരും ചിലപ്പോൾ. 1 to 5n വന്നാൽ എന്താ ചെയ്യേണ്ടതെന്നാണ് പറയണത്, ശ്രദ്ധിച്ചോ. ലോവർ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? ഇവിടുത്തെ ലോവർ ലിമിറ്റ് ബൈ n കൊടുക്കുക, എന്നിട്ട് ലിമിറ്റ് n tend to infinity. അപ്പോൾ എന്താ വരാൻ പോണത്? ഇവിടെ 1 ലോവർ ലിമിറ്റ് ചെക്ക് ചെയ്യുക. 1/n ലിമിറ്റ് n tend to infinity എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ലോവർ ലിമിറ്റ്, ഇൻ്റഗ്രൽ ലോവർ ലിമിറ്റ് എന്താണോ? 0 ആയി ഉണ്ടാവും. അപ്പർ ലിമിറ്റ് കിട്ടാൻ എന്താണ്? 5n/n. അപ്പം എന്തായി? 5. ഓക്കെ,
അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. പക്ഷേ ഇങ്ങനെയും ചോദിക്കാം, വളരെ റയറായിട്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി 1/n സിഗ്മ r is equal to f(1) to r is equal to f2 of n, f1 of n to f2 of n, f of r/n തന്നാൽ അത് ഇൻ്റഗ്രൽ a to b fx dx ആണ്. എയും ബിയും കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻസ്, ലിമിറ്റ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻസ് തന്നിട്ടുണ്ട്. ശരി, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ലോവർ ലിമിറ്റ് 1 ആണ്. 1/n ലിമിറ്റ് n ടെൻ ടു ഇൻഫിനിറ്റി എന്തായി മാറി? 0 ആയി മാറി. അപ്പോൾ ഇത് 0 ആയി മാറി ഈ ക്വസ്റ്റ്യനിലോ സോറി ഈ ബി എന്തായി? 5n ആണ് ഇവിടെ. 5n/n 5 ആണ്. സോ 5. ഇനി f of r/n ഇവിടെ എന്താണ്? 1/1 plus r/n ആണ്. f of r/n എന്ന് പറയുന്നത് ഇങ്ങോട്ടെത്തുമ്പോൾ f of x ആയി. അപ്പോൾ അടുത്ത ഫംഗ്ഷൻ ഏതായിരിക്കും? f of x എന്തായിരിക്കും? 1/1 plus x ആയിരിക്കും. 1/1 plus x ആയിരിക്കും. അപ്പോൾ നമ്മുടെ ആൻസർ ഇതാ ഇങ്ങനെയാണ്. ഇൻ്റഗ്രൽ 0 മുതൽ 5 വരെ 1/1 plus x dx. അപ്പോൾ ദിസ് ഈസ് log 1 plus x from 0 to 5. So that is log 6. Log 6. Log 6 is the answer. Log 6. Log 6 ആൻസർ ഉണ്ട്. log 6 ആൻസർ ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ let fx be a differentiable and integral 0 to t square. Let fx be differentiable and integral 0 to t square x f of x dx is equal to half t power 4 for all t. Then the value of f of 17 is, f of 17 ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. Integral 0 to t squared, integral 0 to t square x f of x dx, x into f of x dx is equal to half t power 4, half t power 4. അപ്പോൾ ഇത് ചെയ്യാനുള്ള മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ രണ്ട് സൈഡും ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ നോക്കി നോക്കിയാൽ നമ്മളിവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടിയ സാധനം ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കും. എന്നിട്ട് അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫംഗ്ഷൻ ഓഫ് ടി ആണ് വരാൻ പോകുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ ഡിഫറൻഷിയേഷൻ്റെ റൂൾ അറിയണം. ഡിഫറൻഷിയേഷൻ്റെ റൂൾ, ഡിഫറൻഷിയേഷൻ അണ്ടർ ദി ഇൻ്റഗ്രൽ സൈൻ. ഓക്കെ, ഓർത്തുള്ളത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇൻ്റഗ്രൽ g1 ഓഫ് x to g2 of x f of t dt. ഓക്കെ, f of t dt കണ്ടുപിടിച്ചിട്ട് അപ്പർ ലിമിറ്റ് g2 ലോവർ ലിമിറ്റ് g1 കൊടുത്താൽ കിട്ടുന്ന ഫംഗ്ഷനെ x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ കിട്ടുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചോ. ദിസ് ഇസ് g2 of f of x into g2 dash of x. Sorry, 35. This is f of g2 of x into g2 dash of x minus f of g1 of x into g1 dash x. Okay, ഇത് അറിയേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ദിസ് ഇസ് കോൾഡ് ദ ന്യൂട്ടൺ ലെബനിസ് ഫോർമുല ഫോർ ഡിഫറൻഷിയേഷൻ അണ്ടർ ദി ഇൻ്റഗ്രൽ സൈൻ. d by dx of integral g1 of x to g2 of x f of t dt is equal to f of g2 of x. f of g2 of x എന്ന് പറയുന്നത് ഈ എഫിൽ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു അപ്പർ ലിമിറ്റ് ഡെറിവേറ്റീവ് മൈനസ് എഫിൽ ലോവർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇൻറ്റു ലോവർ ലിമിറ്റ് ഡെറിവേറ്റീവ്. അത് ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്. ന്യൂട്ടൺ ലെബനിസ് റൂൾ ഫോർ ഡിഫറൻഷിയേഷൻ അണ്ടർ ദി ഇൻ്റഗ്രൽ സൈൻ.
Newton-Leibniz rule for differentiation under the integral sign. ഓക്കെ, നോട്ട് ചെയ്തില്ലേ? നമുക്കിത് ചെയ്യാനി. യെസ്, ഒന്ന് ചെയ്യാലോ. ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പോകും രണ്ട് സൈഡും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സ് എഫ് ഓഫ് എക്സ് ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ ഫംഗ്ഷനിൽ ഇവിടെ കാണുന്ന ഫംഗ്ഷനിൽ അപ്പർ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ടി സ്ക്വയർ എഫ് ഓഫ് ടി സ്ക്വയർ കഴിഞ്ഞോ? ഇല്ല, അതിൻ്റെ ഡെറിവേറ്റീവ് 2t മൈനസ് ഇവിടെ എന്താ ലോവർ ലിമിറ്റ് എന്തായിരിക്കുന്നത്? ലോവർ ലിമിറ്റ് 0 ആണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല, കാരണം എന്താ? അതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയിപ്പോൾ 0 is equal to half into 40 cube. Half into 40 cube. അപ്പോൾ ഇതിൽ 2t ക്യൂബ് ഇവിടെ 2t ക്യൂബ് ക്യാൻസൽ ആയിപ്പോയി. നമുക്ക് എന്താ കിട്ടിയത്? എഫ് ഓഫ് ടി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. എഫ് ഓഫ് ടി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. എഫ് ഓഫ് ടി സ്ക്വയർഡ് ഇസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. ഇനി അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എഫ് ഓഫ് 17 ആണ്. എഫ് ഓഫ് 17 എന്തായിരിക്കും? 1 ആയിരിക്കും, കാരണം എഫ് നമുക്ക് കോൺസ്റ്റന്റ് എന്നാണ് കിട്ടിയത്. എഫ് ഓഫ് ടി സ്ക്വയർ ഇസ് എ കോൺസ്റ്റന്റ് എന്നാണ് നമുക്ക് കിട്ടിയത്. കുഴപ്പമില്ലല്ലോ? ഇല്ല, ആൻസറായി. ശരി, നമുക്ക് ഇവിടെ വരെയുള്ള ക്വസ്റ്റ്യൻ കഴിഞ്ഞു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. അപ്പോൾ ഈ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ട് വാട്സപ്പ് അയക്കുക. അപ്ഡേറ്റ്സ് കിട്ടുക 903